guys, welcome to our channel Navami and Nirvay Vlogs. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണ് ബേബി നമ്മൾ വന്നിരിക്കുന്നത്? അതെ, തിരിഞ്ഞിക്ക്. അവളുടെ ഹെയർ ഇപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ടോ എണ്ണ തേച്ചിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹെയർത്തെ കോലപ്പോൾ ഇതാണ്. കോലപ്പോൾ ഇതാപ്പോൾ തിരി ഇങ്ങനെയാണ് കേട്ടോ കോലം. കുറച്ച് ചെമ്പിച്ച മുടി തന്നെയാണ് അവളുടെ അമ്മമ്മടി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളൊരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞത് എന്ത് ഹെയർ പാക്കാണ് ബേബി? കഞ്ഞിവെള്ളം വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് മുടി ഇപ്പോൾ എണ്ണ ഇല്ല തലയിൽ, അപ്പോൾ അതിൽ നന്നായി എണ്ണ തേക്കണം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ എണ്ണ തേച്ച് തുടങ്ങാം ആദ്യം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഇത് എണ്ണ കേട്ടോ, അത് നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഗൈസ്. തലേ ദിവസത്തെ തന്നെ വേണം, അത് ശ്രദ്ധിക്കണം. അന്നത്തെ പറ്റില്ല, തലേ ദിവസം വെച്ചതാണ് ഏറ്റവും ബെസ്റ്റ് തലമുടിക്ക് കേട്ടോ. ബസ്സിലെ ഡ്രൈവറും കൂടെ നോക്കണ്ടല്ലോ. ഇത് ഉലുവയുടെ പൊടിയാണ് കേട്ടോ, ഉലുവ പൊടിച്ചതാണ്. ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചിട്ടും ചേർക്കാം. നമ്മളിത് പൊടിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ ചേർക്കണം കേട്ടോ. അതെ, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ചേർത്തിട്ട് തലയിൽ കഴുകുക. അതാണ് കേട്ടോ, നല്ലതാണ് മുടിക്ക്. മുടി നന്നായി വളരാനും മുടിയിലെ ചളി പോവാനും ഷാമ്പു ഇടുന്നതിന് പകരം പിന്നെ മുടി നല്ല സോഫ്റ്റ്നെസ് ആവാനും ഒക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം വെറുതെ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതിൽ പിന്നെ കഞ്ഞിവെള്ളത്തിൽ ചെമ്പരത്തിത്താളി അതുപോലെ തന്നെ അലോവേര അതുപോലെ എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് അലോവേര ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഈ അലോവേര വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ ജെല്ലെടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യണില്ല, വേണ്ട, ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു പാക്കായിട്ട് വരാം. ഹെയർ പാക്കായിട്ട് വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് മുടിയിൽ ആദ്യം നമുക്ക് എണ്ണ തേക്കാം. അപ്പം എണ്ണ തേച്ച് തുടങ്ങാം കേട്ടോ. എണ്ണ തേച്ചിട്ട് കാണാം കേട്ടോ, കാരണം ഞാൻ വീഡിയോ എടുക്കലും എണ്ണ തേക്കലും കൂടി നടക്കില്ല. അമ്മയ്ക്ക് അടുക്കളയിൽ പണിയാണ്. അമ്മ കഞ്ഞിവെള്ളം തേക്കാറാവുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മുടിയിൽ തിരിഞ്ഞിക്കടാ എണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അമ്മ വന്നു കേട്ടോ തലയിൽ എണ്ണ തേക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എണ്ണ തേച്ചിട്ടൊരു കുറച്ച് നേരം ഇരിക്കാം കേട്ടോ. അധിക നേരമൊന്നും 5 മിനിറ്റൊക്കെ ഇരിക്കാം, അധിക നേരമൊന്നും വേണ്ട. നന്നായി എണ്ണ തേക്കുക കേട്ടോ, നന്നായി എണ്ണ തേക്കുക. അമ്മ കുടിക്കും, അറിയില്ല, അമ്മമ്മ ചിരിച്ചതാ. ഇപ്പോൾ കുറേ ദിവസമായി എണ്ണ വെച്ചിട്ടല്ലേ ബേബിയെ? 2-3 ദിവസമായി എണ്ണ വെച്ചിട്ട്. അത് കാരണം തന്നെ തലയിൽ ഇരുമ്പേനൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നല്ല സുഖമായിട്ട് പോരും. കുറച്ച് ഇരുമ്പേനൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടിയോണ്ട് ഇനി അധികം ഉണ്ടാവില്ല, അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, 1-2 പേര്. മുടി മുന്നിക്കൊക്കെ ഇട്ടിട്ട് തേക്കുക കേട്ടോ എണ്ണ, നന്നായി തേക്കുക. വല്ലാണ്ട് അങ്ങോട്ട് തേച്ചില്ലെങ്കിൽ ഒന്ന് ഷാമ്പു പോലുള്ള മുടിയൊന്ന് എണ്ണ തേച്ചിട്ടൊന്ന് ഒതുക്കുക. എണ്ണ തേച്ചാലല്ലേ അടയ്ക്കേണ്ട കുഞ്ഞാ. അമ്മ പണ്ട് കാലത്ത് കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ തലയിൽ? ഉലുവയുടെ പൊടിയും. അതെ, അങ്ങനെയും ചെയ്യാം. ചെമ്പരത്തിത്താളി, കറ്റാർവാഴ. ഇപ്പൊക്കെ അതിൻ്റെ ഷാമ്പു, ഇപ്പൊ കറ്റാർവാഴ മുടിക്ക് ഏറ്റവും നല്ലതല്ലേ. ഇപ്പം അതിൻ്റെയൊക്കെ ജെല്ല് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ മറ്റേ എന്തൊക്കെ ഷാമ്പുകളാ, കഞ്ഞിവെള്ളത്തിൻ്റെ ഉണ്ട് ഓരോ ഇത്. എന്താ ഗുഡ് വൈബ്സിൻ്റെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. താളിയുണ്ട്. ഇപ്പം എല്ലാ ഐറ്റംസും ഓൺലൈനിൽ സുലഭമാണല്ലോ. പോരാ, എന്താ എക്സ്പ്രഷനൊക്കെ മാറണം ബേബിയുടെ മുഖത്ത് ഒത്തിരി തേച്ചോ. നമുക്ക് സ്കൂൾ പൂട്ടുമ്പോൾ അത്ര മതി, അധികം തേക്കണ്ട. അങ്ങനെ അവൾക്ക് ചുമയൊക്കെ ഉള്ളതാ. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാട്ടേണ്ടി വരും. സുന്ദരിയാക്കണേ. വേദുവിനോട് ചോദിച്ചേ അമ്മമ്മയുടെ കുട്ടി ഏതാ അത്. ഇപ്പം എന്താ വേദു പറഞ്ഞ്?
അമ്മയുടെ കുട്ടി. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇതാ തലയിൽ എണ്ണയൊക്കെ തേച്ചു കേട്ടോ. തേച്ചിട്ട് ഇപ്പോൾ ഇതാ ഇനി ഒരു 5 മിനിറ്റ് അമ്മ നാളികേരം പൊളിച്ചിട്ട് വരണം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അധികം നേരം ഇരിക്കാൻ പറ്റില്ല എണ്ണ വെച്ചിട്ട്. തിരിഞ്ഞിക്ക്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് സെറ്റായിട്ടോ ഗൈസ്. നേരത്തെ മുടി കണ്ടിന്. ഇപ്പം ഇങ്ങനെ നല്ല എണ്ണ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ എണ്ണ എടുത്ത് വയ്ക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. കാരണം ഈ നമ്മുടെ ഉലുവ അതിൽ മിക്സ് ചെയ്തു ഞാൻ. പിന്നെയാണ് മനസ്സിലായത് അത് റെക്കോർഡായില്ല എന്ന് കേട്ടോ. വേറെ ഒന്നുമില്ല, ഉലുവ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതെനിക്ക് വിട്ടുപോയി. ക്യാമറ ഓണായി വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മനസ്സിലായത് ക്യാമറ ഓണായില്ല എന്ന്. അപ്പോഴേക്കും നമ്മുടെ വേദസുന്ദരം വന്നിട്ടോ ഹായ് എന്നൊക്കെ പറയട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ അയ്യേ അപ്പി എന്നൊക്കെ പറയട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ പറയുക. കഞ്ഞിവെള്ളമൊക്കെ കണ്ട ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അത് തൊടാനൊന്നും വരില്ല, അത് സേഫാണ് കേട്ടോ. അപ്പോൾ ആ ഉലുവയുടെ പൊടി ഞാൻ അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തു. പിന്നെ ഉലുവ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ അരച്ചിട്ട് ചേർക്കാം കേട്ടോ. അരച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നു മാത്രമല്ല, ഇത് വളരെ നല്ലതാണ് കേട്ടോ തലമുടിക്ക്. ഉലുവയും കഞ്ഞിവെള്ളവും ഒക്കെ തലമുടിക്ക് നല്ലതാണ്. പിന്നെ എല്ലാവരും പറയേണ്ട പോലെ വളരേണ്ട മുടി തന്നെ വളരുള്ളൂ. അതൊരു കണക്കിന് ശരിയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുക അത്രമാത്രം. അപ്പോൾ അത് അമ്മ കഞ്ഞിവെള്ളം നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പണിക്കാരുണ്ട് കേട്ടോ. വേറെ അടുത്ത വീട്ടിൽ ഒരു വീട് പണി നടക്കുന്നുണ്ട് അടുത്ത പറമ്പിൽ. അപ്പോൾ അവിടെ മതിൽ പണിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വല്ല വെയിലത്താണ് കേട്ടോ പണിയെടുക്കണത് കണ്ടോ. ഞങ്ങൾ ആ നട്ട വെയിലത്ത് ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വെയിൽ തോന്നില്ല, പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബേബി പറയായിരുന്നു എന്ത് വെയിലമ്മേന്ന്. അപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെ, അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാൽപ്പണിക്കാരുടെ. അപ്പോൾ അതാ മുടിയിൽ നന്നായി തേച്ചെടുത്തു. അത്രയും കഞ്ഞിവെള്ളം എത്ര നിങ്ങളുടെ മുടി ഉണ്ട് അത്രയും അനുസരിച്ചിട്ട് കഞ്ഞിവെള്ളം എടുക്കുക. അത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ് അതാണല്ലോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ തലയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ തലയ്ക്ക് തണുപ്പ് കിട്ടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ചെമ്പരത്തിത്താളി നല്ലതാണ് കേട്ടോ തലയിൽ തേക്കാൻ. നല്ല തണുപ്പ് കിട്ടുമല്ലോ ഈ സമയത്തൊക്കെ തേക്കുമ്പോൾ നല്ല സുഖമാണ്. അലോവേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അലോവേര തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു മഞ്ഞക്കറ വരുമല്ലോ, ആ വെള്ളം പോലത്തെ ആ മഞ്ഞക്കറ. അത് ആദ്യം നിങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ മഞ്ഞ ഫുള്ള് കളഞ്ഞ ശേഷം, അതൊരു വിഷമാണ്, ചൊറിയും നമുക്ക് തലയിലോ മുഖത്തോ എവിടെ തേച്ചാലും അത് നന്നായി ചൊറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിക്കാൻ അറിയാത്തവരും ഉണ്ടായിരിക്കും. ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല, മുന്നൊക്കെ ആകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ചൊറിയുണ്ട്. അത് ഇതുകൊണ്ടാണ് കേട്ടോ. ആ മഞ്ഞ യൂസ് ചെയ്യുമ്പോഴാണ് ചൊറിയുന്നത്. ഇത് നന്നായി കഴുകിയിട്ട് വേണം അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കാരണം ചൊറിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ ഓരോ അപകടങ്ങൾ. അപ്പോൾ അതായത് കഞ്ഞിവെള്ളമൊക്കെ നന്നായി ഉലുവയും നന്നായിട്ട് തലയിൽ അമ്മ കഴുകിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നിൽക്കുക. 15 മിനിറ്റ് വരെ നമ്മൾ തലയിൽ ഇതാക്കി നിൽക്കുക കേട്ടോ. അതൊന്നും എത്ര പേര് നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക. നമ്മൾ കുട്ടിയായതുകൊണ്ട് തന്നെ അധിക നേരമൊന്നും തലയിൽ പിടിപ്പിച്ച് നിർത്തില്ല. തല നന്നായി പിന്നെ കഴുകി കളയണം, ഉണങ്ങണം, അങ്ങനത്തെ കുറേ പണികളുണ്ടല്ലോ. പിന്നെ അവൾക്ക് മുഖത്തൊക്കെ ആയിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഒന്ന് കെട്ടിയൊക്കെ കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം പിന്നെ ഞങ്ങളവിടെ നിന്നു കേട്ടോ. കാരണം അത്രയും നേരം ആവണ്ട, ഒന്ന് തേച്ചുകൊണ്ട് തന്നെ കഴുകി കളയണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ അവൾ പൈപ്പ് എവിടെയെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയണ 5 മിനിറ്റ് നിൽക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഓരോന്ന് കാട്ടണേ കഴുകി കൊടുക്കും വേണം. തോർത്തെടുത്തില്ല, നല്ല വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് തോർത്തെടുത്തില്ല എന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ആയിട്ടില്ലേ. അത് തലമുടി പൊടികൾ ചെറുതായിട്ട് പൊടിച്ചിട്ടല്ലേ ചേർത്ത. അപ്പോൾ ചെറുതായ പൊടികൾ നമുക്ക് തലയിലുണ്ടാവും. അത് കുഴപ്പമില്ല, കാര്യമാക്കണ്ട. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും. അതിന് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പൊയ്ക്കോളും. ഉണങ്ങിക്കഴിഞ്ഞാലത്തെ രൂപം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ തോർത്തെടുത്തിട്ട് ഓടി വരാട്ടാ. അവളുടെ കൂടെ മുടി കഴുകാൻ കൂടുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ കാണുന്നുണ്ട് പുതിയ പാത്രമൊക്കെ എടുത്തിട്ട് അവിടെ മുടി കൂടെ ഐസായിട്ട് ഒഴിക്കുന്നുണ്ട് അവന്. അപ്പോൾ മുടി പിന്നെ നന്നായി അമ്മ കശക്കിയൊക്കെ കൊടുത്തു. അതിൽ ഞാൻ പറഞ്ഞല്ലോ പൊടി ഉണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെയും കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഏതായാലും ചുമയ്ക്ക് തന്നെയാണ് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. മാറാൻ പറഞ്ഞ കേൾക്കൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ രണ്ടുപേരേനും വേഗം ചെന്ന് ഞാൻ കുളിപ്പിച്ചു കേട്ടോ. അവള് തന്നെ മേലേക്കാൻ പോയി. പിന്നെ അവനെ ഞാൻ കുളിപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്, വെള്ളത്തിൽ കളിക്കുന്നത് അത്ര നല്ലതൊന്നല്ല.
പിന്നെ ഇതാ മുടി നന്നായി അമ്മ കെട്ടി കൊടുത്തു. പിന്നെ ഞാൻ നന്നായിട്ട് തോർത്തിയിട്ടൊക്കെ കൊടുത്ത് രാസനാദിപ്പൊടിയൊക്കെ തേച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള കോലം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരേ. ഇതാ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് അവള് വന്നു കേട്ടോ. മുടി ഇപ്പം നല്ലൊരു കണ്ടോ, ഇപ്പം നേരത്തെ ചെമ്പിച്ച കളറാ തോന്നിച്ചു. ഇപ്പം നോക്ക് നിങ്ങൾ നല്ല ബ്ലാക്ക് കളർ പോലെ തന്നെ ആയില്ലേ മുടി. എണ്ണയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ചതച്ചുകൊണ്ടുള്ള സ്മൂത്ത്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ കേട്ടോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഞ്ഞിവെള്ളം മുഴുവൻ അല്ലെങ്കിൽ വേണ്ട, കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. മുടിക്ക് നല്ല സോഫ്റ്റ് എന്ത് പ്രശ്നം മുടിക്കുണ്ടെങ്കിലും കഞ്ഞിവെള്ളം എന്നും തേച്ചാലും കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ തേക്കാട്ടോ. ഒരു കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് കെമിക്കലൊന്നും ചേർത്തില്ല. ഇപ്പൊ കെമിക്കലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഇറങ്ങുന്നുണ്ട്, കുറെ പ്രൊഡക്ട്സ്. അതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട, ഈ ഹെയർ കെയർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ട കാണുക. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വീഡിയോ കാണാൻ ആളുകൾ കുറവായിരിക്കും. എത്രയായാലും സെലിബ്രിറ്റീസിൻ്റെ വീഡിയോ ആയിരിക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുക. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ കാണുമോ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇതിൽ അവളുടെ മുടിയുടെ ഫോട്ടോസ് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവള് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ബെല്ലൈക്കൺ ഓളാക്കിയാലേ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ എന്ന്. അവളുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയേ. മുടിയുടെ ആഫ്റ്റർ ലുക്കാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.